നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വീണ് കിട്ടുന്ന വിവാദം. പ്രതിപക്ഷം കള്ളപ്പണത്തെ പിന്തുണയ്ക്കുന്നു എന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വിവാദത്തിൽ. സഭയ്ക്ക് പുറത്ത് മോദി നടത്തിയ പരാമർശത്തിൽ മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ്. പ്രധാനമന്ത്രിയുടെ പ്രസ്താവന പ്രതിപക്ഷത്തെ അപമാനിക്കുന്നതെന്നും വിമർശനം. വിവാദമായത് കള്ളപ്പണം വെളുപ്പിക്കാൻ സമയം ലഭിക്കാത്തവരാണ് സർക്കാരിനെ വിമർശിക്കുന്നതെന്ന പ്രസ്താവന. കറൻസി നിരോധനം നടപ്പാക്കിയത് സുതാര്യത ഉറപ്പാക്കാനെന്ന് നരേന്ദ്രമോദി. സാധാരണ ജനങ്ങൾ കള്ളപ്പണക്കാർക്കെതിരായ പോരാളികളെന്നും പ്രധാനമന്ത്രി. മാവോ വേട്ട തുടരുന്നു. പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ട നിലമ്പൂർ വനമേഖലയിൽ ഇന്നും സംയുക്ത സംഘത്തിന്റെ പരിശോധന. വെടിവയ്പിനെ തുടർന്ന് രക്ഷപ്പെട്ട 10-ലധികം വരുന്ന മാവോയിസ്റ്റ് സംഘത്തിനായി വനത്തിൽ വൻ പോലീസ് സന്നാഹം. ജില്ലാ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മാവോയിസ്റ്റുകളുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. കൊല്ലപ്പെട്ട കുപ്പു ദേവരാജ് സംസ്ഥാന മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളുടെ സൂത്രധാരനെന്ന് രഹസ്യാന്വേഷണ ഏജൻസി. അതിനിടെ മാവോയിസ്റ്റുകൾക്കെതിരായ പോലീസ് നടപടിയെ എതിർത്ത് കാനം രാജേന്ദ്രൻ. അഭിപ്രായം പറയുന്നവരെ കൊല്ലാൻ ആർക്കും അവകാശമില്ല. നക്സൽ വേട്ട കേരളത്തിൽ വേണ്ടെന്നും CPI സംസ്ഥാന സെക്രട്ടറി. പരിഷ്കരണത്തിൽ പരിശോധന. നോട്ട് അസാധുവാക്കലിൽ ഭരണഘടനാ സാധുത പരിശോധിക്കുമെന്ന് സുപ്രീം കോടതി. ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളും പ്രത്യേകം പരിശോധിക്കും. അതേസമയം കറൻസി പരിഷ്കരണത്തിനെതിരെ നൽകിയ ഹർജികൾ പരിഗണിക്കുന്നത് സുപ്രീം കോടതി അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. നോട്ട് അസാധുവാക്കലിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനിടെ പഴയ നോട്ടുകൾ മാറ്റിയെടുക്കാൻ വീണ്ടും അവസരം നൽകി സർക്കാർ. ഡിസംബർ 31 വരെ RBI കൗണ്ടറുകൾ വഴി അസാധുവാക്കപ്പെട്ട കറൻസികൾ ജനങ്ങൾക്ക് മാറ്റിയെടുക്കാം. അതേസമയം നോട്ട് നിരോധനത്തിനു ശേഷം ബാങ്കുകളിൽ നിക്ഷേപിച്ച വലിയ തുകകൾക്ക് വൻ നികുതി ചുമത്താൻ കേന്ദ്ര തീരുമാനം. നികുതിയും പിഴയുമടക്കം നിക്ഷേപത്തിന്റെ 60% വരുമെന്ന് സൂചന. ഇതിനായി ആദായ നികുതി നിയമത്തിൽ ഭേദഗതി വരുത്തും. ഏകതാ യാത്ര ഇടുക്കിയിൽ. ഒരു ലോകം ഒരു ഭാഷ എന്ന സന്ദേശവുമായി ബാബ അലക്സാണ്ടർ ന്യൂഡൽഹി നടത്തുന്ന മാനവ ഐക്യയാത്രയ്ക്ക് തൊടുപുഴ ടൗൺ ഹാളിൽ സ്വീകരണം. രാവിലെ ആരംഭിച്ച ജില്ലാതല പര്യടനത്തിന്റെ ഉദ്ഘാടനം തൊടുപുഴ MLA PJ ജോസഫ് നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സഫിയ ജബ്ബാർ അധ്യക്ഷ പ്രസംഗം നടത്തിയ ചടങ്ങിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഏകഭാഷയിലൂടെ ലോകസമത്വം എന്ന ആശയ പ്രചരണത്തിനായി നടത്തുന്ന റാലി 30-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ-വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2730 രൂപ, പവൻ 21,840 രൂപ, വെള്ളി ഗ്രാമിന് 48 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ-വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 5:30-ന് ശ്രീകുട്ടി ചേരും. നമസ്കാരം.